മാർക്കറ്റ് അവറിന് ശേഷം 3 പ്രധാന സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് പോളിക്യാബ് ഇന്ത്യ ലിമിറ്റഡ്. പോളിക്യാബ് ഇന്ന് 2.5% ഇടിഞ്ഞ് 7,000 രൂപയ്ക്ക് താഴെ 6,998 ക്ലോസിംഗ് നൽകി. 1 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 59.07, ഡിവിഡൻഡ് ഈൽഡ് 0.29%, 52 വീക്ക് ഹൈ 7,331. പോളിക്യാബുമായി ബന്ധപ്പെട്ട് മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, നാളെ പോളിക്യാബിൻ്റെ പ്രൊമോട്ടേഴ്സ് കമ്പനിയുടെ 2.04% സ്റ്റേക്കുകൾ ഓഫ്ലോഡ് ചെയ്തേക്കും എന്ന അപ്ഡേറ്റാണ്. ഏകദേശം $257 മില്യൺ തുല്യമായ ഷെയറുകളാണ് പ്രൊമോട്ടർ ഓഫ്ലോഡ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഓഫ്ലോഡിങ്ങുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇതുവരെയും വന്നില്ലെങ്കിലും ജെഫ്രീസിനെ ഈ ഓഫ്ലോഡിങ്ങിൻ്റെ അഡ്വൈസറായി പോളിക്യാബ് നിയമിച്ചു എന്ന രീതിയിലുള്ള ഒരു അപ്ഡേറ്റും പുറത്തു വരുന്നു. പോളിക്യാബ് ഇന്ത്യ ലിമിറ്റഡിൽ പ്രൊമോട്ടേഴ്സിന് 65.24% സ്റ്റേക്ക് ഹോൾഡിംഗ് ആണുള്ളത്. പോളിക്യാബിൽ നാളെ 6.5% ഡിസ്കൗണ്ട് സെല്ലിംഗ് ആയിരിക്കും പ്രതീക്ഷിക്കേണ്ടത്. പോളിക്യാബ് എന്ന കമ്പനിയുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് കഴിഞ്ഞ 2 ക്വാർട്ടറുകളായി ഇടിഞ്ഞു വരികയാണ്. 65.78 നിന്നും 65.24% പ്രൊമോട്ടറിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറഞ്ഞിട്ടുണ്ട്. ഈ ക്വാർട്ടറിലും പ്രൊമോട്ടറിൻ്റെ സ്റ്റേക്ക് ഹോൾഡിങ്ങിൽ 2% ഇടിവ് പ്രതീക്ഷിക്കാം. FISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 13.4 നിന്നും 11.96 ഇടിയുകയും DISൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 6% മെയിൻറ്റെയിൻ ആവുകയും പബ്ലിക് സ്റ്റേക്ക് ഹോൾഡിംഗ് 13% നിന്നും 15% ഉയരുകയും ചെയ്തു. 3 വർഷത്തെ സെയിൽസ് ഗ്രോത്ത് 18%, പ്രോഫിറ്റ് ഗ്രോത്ത് 28%, ROE 21%. ക്വാർട്ടറിലെ റിസൾട്ടും വളരെ മികച്ചതായിരുന്നു. ക്വാർട്ടർ ടു ക്വാർട്ടർ സെയിൽസ് 4,340 കോടിയിൽ നിന്നും 5,592 കോടിയിലേക്ക് ഉയർത്താനും നെറ്റ് പ്രോഫിറ്റ് 417 കോടിയിൽ നിന്നും 513 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. പോളിക്യാബിനെ സംബന്ധിച്ചിടത്തോളം 61ൻ്റെ വാല്യൂഷനുള്ള കമ്പനിയുടെ ROE 23.2ഉം ROCE 31.1ഉമാണ്. 7,000 എന്ന സൈക്കോളജിക്കൽ സപ്പോർട്ട് നഷ്ടമായ സ്ഥിതിക്ക് 6,750, 6,480 തുടങ്ങിയ ലെവലുകളാണ് പോളിക്യാബിൻ്റെ പ്രധാന ലെവലുകളായി പുറത്തു വരുന്നത്. രണ്ടാമത്തെ അപ്ഡേറ്റ് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ന് റിലയൻസ് 1% ഉയർന്ന് 3,087 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 20,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 29.71, 52 വീക്ക് ഹൈ 3,075, 52 വീക്ക് ലോ 2,220. റിലയൻസിൻ്റെ ടെലികോം വിങ് ആയ ജിയോയുടെ താരിഫ് 12.5 മുതൽ 25% ഉയർത്താൻ തീരുമാനിച്ചതാണ് സ്റ്റോക്കിൽ വന്ന ബൈയിങ് മൊമെൻറ്റത്തിന് പിന്നിലെ പ്രധാന കാരണം. ഇവിടെ റിലയൻസ് ജിയോ ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ നിരക്ക് വർദ്ധിപ്പിക്കുകയാണ് കമ്പനി ചെയ്യുന്നത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനി 5G ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട് ചില പുതിയ പ്ലാനുകൾ ലോഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, മുമ്പ് ജിയോയുടെ 2,999 രൂപയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുവൽ പാക്കേജ് 3,599 രൂപയിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അതായത് 12 മുതൽ 35% വരെയുള്ള നിരക്ക് വർധനവാണ് ജിയോ നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലും കൂടാതെ റീസെൻ്റ്ലി കമ്പനി 18,000 MHz സ്പെക്ട്രം അക്വയർ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലും വരും ദിവസങ്ങളിൽ റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 3,000 എന്ന ലെവലിൽ ബ്രേക്കൗട്ട് നൽകിയതിന് ശേഷം സ്റ്റോക്ക് 3,050 ട്രേഡ് ചെയ്യുന്നു. ഇവിടെ നിന്നും ഏകദേശം 1000 പോയിൻറ്റിൻ്റെ അപ്സൈഡ് മൊമെൻറ്റം റിലയൻസ് എന്ന സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. മൂന്നാമത്തെ അപ്ഡേറ്റ് ഏഷ്യൻ പെയിൻറ്റ്സ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് 0.78% ഉയർന്ന് 2,885 ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 3,568, 52 വീക്ക് ലോ 2,670. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള പെയിൻറ്റ് സെഗ്മെൻറ്റിലെ ലീഡിംഗ് കമ്പനിയാണ് ഏഷ്യൻ പെയിൻറ്റ് എന്ന കമ്പനി. ഏഷ്യൻ പെയിൻറ്റ് സിംഗപ്പൂർ ബേസ്ഡ് സബ്സിഡറി കമ്പനിയായ SEIB കെമിക്കൽസിൻ്റെ കൺട്രോളിംഗ് ഷെയറുകൾ അക്വയർ ചെയ്യുന്നു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. 34.2 കോടി രൂപയ്ക്കാണ് അക്വിസിഷൻ നടത്തുക. ഏഷ്യൻ പെയിൻറ്റും ഡൗൺവേർഡ് ട്രെൻഡിൽ തുടരുന്ന ഒരു സ്റ്റോക്കാണ്. 3,500 രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ 1,500 രൂപയ്ക്കടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റോക്കിൽ കറക്ഷന് ശേഷം സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലെത്തിയിട്ടുണ്ട്. 3,000 എന്ന ലെവലിന് മുകളിൽ സ്റ്റോക്ക് ബ്രേക്കൗട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഫർദർ അപ്സൈഡ് മൊമെൻറ്റം പ്രതീക്ഷിക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്